وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ദൗറയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ്, പ്രധാനപ്പെട്ട അടയാളങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഖിയാമത്ത് നാളിന്. അതിൽ പ്രധാനപ്പെട്ട 10 അടയാളങ്ങളാണ് ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും അവസാനം ഉണ്ടാകുന്ന 10 അടയാളങ്ങൾ. ഒരു ദിവസം സഹാബി പറയാണ്, ഇത്തലഅ അലൈന അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു നതദാക്കറു. ഞങ്ങളിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റസൂൽ നമ്മുടെ അടുക്കലേക്ക് വന്നു. അത് ചോദിച്ചു, മാ തദാക്കറൂൻ. എന്നിട്ട് നമ്മളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ഇപ്പോൾ ഖാലു നദ്കുറു സാഅ. സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൗന ഖബ്ലഹാ 10 ആയാത്തിൻ. നിങ്ങൾ 10 അടയാളങ്ങൾ കാണുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ എണ്ണി, ഫദകറ അദ്ദുഖാന വദ്ദജ്ജാല വദ്ദാബ്ബത വതുലൂഅ അശ്ശംസി മിൻ മഗ്രിബിഹാ വനുസൂല ഈസ ഇബ്നു മറിയം വയഅജൂജി വമഅജൂജി വസലാസത ഖുസൂഫിൻ ഖസ്ഫും ബിൽ മശ്രിഖി വഖസ്ഫും ബിൽ മഗ്രിബി വഖസ്ഫും ബിജസീറത്തിൽ അറബ് വആഖിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമനി തത്റുദു നാസ ഇലാ മഹ്ശരിഹിം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതാണ് റസൂൽ 10 കാര്യങ്ങൾ എണ്ണി. ഒന്ന്, അദ്ദുഖാൻ, പുക. ഭൂമി മൊത്തം പുക കൊണ്ട് നിറയും. കാഫിര്യങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും. മുഅ്മിനീങ്ങൾക്കത് ചെറിയൊരു ജലദോഷം പോലെ മാത്രമേ അനുഭവപ്പെടുള്ളൂ. രണ്ടാമത്തത് അദ്ദജ്ജാൽ. മൂന്നാമത്തത് അദ്ദാബ്ബത്ത്, ഭൂമിയിൽ നിന്നൊരു മൃഗം വരും. പിന്നെ വതുലൂഅ അശ്ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഉദിക്കും. വനുസൂല ഈസ ഇബ്നു മറിയം, പിന്നെ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. പിന്നെ യഅജൂജ് മഅജൂജ് വരും. പിന്നെ 3 ഭാഗങ്ങളിൽ ഭൂമി ആഴ്ത്തപ്പെടും. അത് ഭൂമിയുടെ 3 പ്രദേശങ്ങൾ, ഒന്ന് മശ്രിഖിൽ, പിന്നെ മഗ്രിബിൽ, പിന്നെ ജസീറത്തുൽ അറബ്. ഇങ്ങനെ 3 ഭാഗങ്ങളിലായിട്ട് ഭൂമി ആഴ്ത്തപ്പെടും. വആഖിറു ദാലിക, അതിൻ്റെയൊക്കെ അവസാനം, ഏറ്റവും അവസാനം, നാറുൻ തഖ്റുജു മിനൽ യമനി, യമൻ്റെ ഭാഗത്ത് നിന്നും വരുന്നൊരു തീയാണ്. ആ തീ ജനങ്ങളെ വലയം ചെയ്യും. തത്റുദു നാസ ഇലാ മഹ്ശരിഹിം, ജനങ്ങൾ അവരുടെ മഹ്ശറിലേക്ക് ആ തീ ഒരുമിച്ച് കൂട്ടും. 2 മഹ്ശറുണ്ട്, ഒന്ന് ഭൂമിയിലുണ്ട്, രണ്ടാമത്തത് അല്ലാഹു പറഞ്ഞ മറ്റേ മഹ്ശറ. അപ്പോൾ ആ ഭൂമിയിലുള്ള മഹ്ശറിൽ എന്ത് ചെയ്യും? ആ തീ അവരെ ഒരുമിച്ച് കൂട്ടും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതാണ് പ്രധാനപ്പെട്ട 10 അടയാളങ്ങൾ. ഇതിൽ ഈ ഹദീസിലില്ലാത്ത മറ്റുള്ള പ്രധാനപ്പെട്ട ഹദീസുകളും വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം പറയുന്നത് ഇമാം മഹ്ദിയുടെ പുറപ്പാടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇമാം മഹ്ദി പുറപ്പെടുക. ഭൂമിയിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും എവിടെ നോക്കിയാലും ഫിത്നയും ഫസാദുള്ള സമയത്താണ് അദ്ദേഹം വരിക. അദ്ദേഹം വന്നിട്ട് ആ വരുന്ന സമയത്ത് എവിടെ നോക്കിയാലും പ്രശ്നം, അനീതിയും അക്രമവുമായിരിക്കും. ആ അനീതിക്കും അക്രമത്തിനും പകരം അദ്ദേഹം എന്ത് ചെയ്യും? നീതിയും ന്യായവും കൊണ്ട് നിറക്കും. 7-8 വർഷമാണ് അദ്ദേഹം ജീവിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യലിയ റജുലുൻ മിൻ അഹ്ലി ബൈതി.
എൻ്റെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു വ്യക്തി വരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. യുവാത്തി ഉ ഇസ്മുഹു ഇസ്മി, ആ വ്യക്തിയുടെയും എൻ്റെയും പേര് ഒരേപോലെ ആയിരിക്കും. എൻ്റെയും ആ വ്യക്തിയുടെയും പേര് ഒരേപോലെ ആയിരിക്കും. അദ്ദേഹം സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ഒരു രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിക്കും. എന്നിട്ട് അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകും. അവനെ കഅബയുടെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം ബൈഅത്ത് ചെയ്യപ്പെടും. മുഅ്മിനീങ്ങളുടെ നേതാവാകും, ലോക മുഅ്മിനീങ്ങളുടെ നേതാവാകും. കഅബയുടെ അടുത്താണ് അദ്ദേഹം ബൈഅത്ത് ചെയ്യപ്പെടുക. ആ ഭാഗത്തെ ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ശക്തിപ്പെടുത്തും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹ്ദിയുടെ രൂപം പറഞ്ഞു, അൽ മഹ്ദിയു മിന്നി. ഇമാം മഹ്ദി അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. അജ്ലൽ ജബ്ഹ, വിശാലമായ നെറ്റിത്തടമുള്ള ആൾ, വിശാലമായ നെറ്റിത്തടം. അഖ്നൽ അൻഫി, നല്ല നീളമുള്ള നല്ല സുന്ദരമുള്ള മൂക്ക്. യംലഉൽ അർള ഖിസ്തൻ വഅദ്ല, അദ്ദേഹം ഭൂമിയിൽ നീതിയും ന്യായവും നിറക്കും. കമാ മുലിഅത് ജൗറൻ വദുൽമ, അക്രമവും അനീതിയും കൊണ്ട് ഭൂമി എങ്ങനെയാണോ നിറഞ്ഞിട്ടുണ്ടായത്, അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം നീതിയും ന്യായം കൊണ്ട് ആ ഭൂമി നിറക്കും. യംലികു സബഅ സിനീൻ, അബൂദാവൂദ് ഇരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം 7 വർഷമാണ് എന്ത് ചെയ്യുക? ലോക മുഅ്മിനീങ്ങളുടെ നേതാവായിട്ട് ജീവിക്കുക. വേറെ ഹദീസ് ഇമാം അബൂദാവൂദ് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ്, അൽ മഹ്ദിയു മിൻ ഉത്റതി മിൻ വലദി ഫാത്തിമ, മഹ്ദി എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് മഹ്ദി. വേറെ ഹദീസ്, യഖ്റുജു ഫി ആഖിരി ഉമ്മത്തി അൽ മഹ്ദിയു, ഈ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ മഹ്ദി എന്ന് പറഞ്ഞ ഒരാൾ വരും. യസ്ഖീഹില്ലാഹുൽ ഗൈസ, അദ്ദേഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് മഴ വർഷിപ്പിക്കും, അനുഗ്രഹങ്ങൾ നൽകും. തഖ്റുജുൽ അർദു നബാതഹ തുഖ്രിജുൽ അർദു നബാതഹ, ആ മഴയിലൂടെ ഭൂമിയിൽ സസ്യങ്ങൾ നല്ലോണം മുളക്കും, സസ്യലതാദികൾ നല്ലോണം മുളക്കും, പച്ചപ്പൊടിക്കും ഭൂമി. വയുഅ്തൽ മാലു സിഹാഹൻ, സമ്പത്ത് സിഹാഹായിട്ട് നൽകപ്പെടും. വതക്സുറുൽ മാഷിയതു, കന്നുകാലികൾ അധികരിക്കും. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വരുന്ന ആ കാലഘട്ടത്തെ സംബന്ധിച്ച് പറയാണ്. വതക്സുറുൽ മാഷിയതു, കന്നുകാലികൾ അധികരിക്കും. വതുഅദ്ദമുൽ ഉമ്മത്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അധികമാകും. അല്ലാതെ റസൂലിൻ്റെ ഉമ്മത്തായിരിക്കും പിന്നെ ഭൂമിയിൽ അധികം ഉണ്ടാവുക മുഅ്മിനീങ്ങൾ. വയഈഷു സബ്അൻ ഔ സമാനിയ, 8 അല്ലെങ്കിൽ 7 വർഷം അദ്ദേഹം ജീവിക്കും. മഹ്ദിയായിട്ട് രംഗത്ത് വന്നതിന് ശേഷം 8 7 വർഷം അദ്ദേഹം ജീവിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യഖ്സിമുൽ മാല സിഹാഹൻ, അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞല്ലോ. ഫഖാല ലഹു റജുലുൻ മാ സിഹാഹൻ, സിഹാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഹാഹായിട്ട് ജനങ്ങളിൽ എന്ത് ചെയ്യും? സമ്പത്ത് വീതിച്ചു കൊടുക്കും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സവിയ്യത്തു ബൈനന്നാസ്, എല്ലാവർക്കും സമ്പത്തുണ്ടാവും, ആ സമ്പത്തിന് ആവശ്യക്കാരില്ലാത്തൊരവസ്ഥ വരും, സമ്പത്തിന് ആവശ്യമില്ലാത്തൊരു അവസ്ഥ. വയംലഉല്ലാഹു ഖുലൂബ ഉമ്മത്തി മുഹമ്മദിൻ ഗിനൻ വയസഉഹും അദ്ലുഹു, ആ കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ എല്ലാവരും മനസ്സ് ഐശ്വര്യം കൊണ്ട് അള്ളാഹു നിറക്കും, ഗിന കൊണ്ട് അള്ളാഹു നിറക്കും. ആർക്കും ദുനിയാവിൻ്റെ വിഷയത്തിൽ ഉണ്ടാവില്ല, പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല. നല്ലോണം ബർക്കത്ത് നൽകപ്പെടും മുഅ്മിനീങ്ങൾക്ക്. അവരായിരിക്കും അന്ന് ഭൂമിയിൽ ഏറ്റവും അധികം ഉണ്ടാവുക. അതേപോലെ തന്നെ വയസഉഹും അദ്ലുഹു, അദ്ദേഹത്തിൻ്റെ നീതിപരമായ ആ ഭരണം എല്ലാവർക്കും അല്ലാഹു എത്തിക്കും, എല്ലാ മുഅ്മിനീങ്ങൾക്കും ആ ഭരണം എത്തിക്കും. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഹദീസിൽ വന്നത്, സഹീഹായ ഹദീസിൽ വന്നത്. ഇതല്ലാത്ത മറ്റുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനോ പറയാനോ നമുക്കെന്തില്ല, അവകാശമില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇത് വരാനിരിക്കുന്ന ഒരു സംഭവം മുൻകൂട്ടി അറിയിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കുക എന്നല്ലാതെ അതിനപ്പുറം ഗവേഷണം ചെയ്യാനോ ചിന്തിക്കാനോ നമുക്ക് അവകാശമില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് കണ്ടെത്താനും കഴിയില്ല. കാരണം അത് സഹീഹ ഹദീസിലും ഖുർആനിലും സ്ഥിരപ്പെടേണ്ട കാര്യമാണ്. പിന്നെ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ആ അവസാന കാലഘട്ടത്തിൽ മഹ്ദിയായി രംഗപ്രവേശനം ചെയ്തതിന് ശേഷം 8-7 വർഷം ഭരണം നടത്തും. അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? ഈസാ നബി അലൈഹിസ്സലാം വരും. ഇപ്പോൾ ഇവിടെ മംഗലാപുരം ഭാഗത്തൊരു മഹ്ദി ഇറങ്ങിയിട്ടുണ്ട്, കള്ള മഹ്ദി. അങ്ങനെ ഇതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് കുറേ മഹ്ദിമാർ ഇറങ്ങിയിട്ടുണ്ട്. സ്വന്തം അവകാശപ്പെടണം, ആ മഹ്ദിയാന്തരം അവകാശപ്പെടും കുറേ ആൾക്കാരും ഉണ്ടാവും. അതുപോലെ മംഗലാപുരം ഭാഗത്ത് പുതിയൊരാൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ആൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് വരിക, അല്ല മശ്രിഖ് കിഴക്ക് ഭാഗത്തു നിന്നാണ് അദ്ദേഹം വരിക. അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശനം അവിടെ നിന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? ഈസാ നബി അലൈഹിസ്സലാം വരും. യൻസിലു ഈസ ഇബ്നു മറിയം ഫയഖൂലു അമീറുഹും അൽ മഹ്ദി തആൽ സല്ലി ബിനാ. ഒരു അസ്ർ നിസ്കാരത്തിൻ്റെ സമയം ഇമാം മഹ്ദി ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കാൻ പോകുന്ന സമയത്താണ് ഈസാ നബി അലൈഹിസ്സലാം വരിക. ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടാൽ മുഅ്മിനീങ്ങൾ തിരിച്ചറിയും. അപ്പോൾ അദ്ദേഹം വിളിക്കൂ, ഇമാം മഹ്ദി ഈസാ നബി അലൈഹിസ്സലാം ഇമാമക്കാൻ വേണ്ടിയിട്ട് വിളിക്കൂ. തആൽ സല്ലി ബിനാ, വാ നമുക്ക് ഇമാമായിട്ട് നിസ്കരിക്കാൻ പറയും. ഫയഖൂലു ലാ, ഈസാ നബി അലൈഹിസ്സലാം അറിയില്ല. ഇന്ന ബഅദഹും അമീറ ബഅദിൻ തക്രീമത്തല്ലാഹി ലിഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത, ഈ ഉമ്മത്തിൽ ഈ സമുദായത്തിൽ ചിലർ മറ്റു ചിലർക്ക് നേതാക്കന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നൽകിയ ആദരവാണ്. അതുകൊണ്ട് ഇപ്പം നീയാണ് അമീർ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇമാം മഹ്ദിനെ തന്നെ ഇമാം നിൽക്കാൻ ഏൽപ്പിക്കും. ഈസാ നബി അലൈഹിസ്സലാം മഅ്മൂമായി നിൽക്കെ അദ്ദേഹം ഇമാമായിട്ട് നിസ്കരിക്കും. അങ്ങനെ സാധാരണക്കാരനായിട്ട് വഫാത്താവും. ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഖബറടക്കും, അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിക്കും. അങ്ങനെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹ്ദിയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം, ഇമാം മഹ്ദിനെ സംബന്ധിച്ചുള്ള വിശ്വാസം. ഷിയാക്കൾക്കൊരു വിശ്വാസമുണ്ട്. അവർക്ക് 12 ഇമാമിങ്ങളാണ്. ആ 12ാമത്തെ ഇമാമാണ് ഈ വരാനിരിക്കുന്ന മഹ്ദി. അവരുടെ വിശ്വാസപ്രകാരം 5ാമത്തെ വയസ്സിൽ സാമുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ഒരു ഗുഹയിലേക്ക് കയറിപ്പോയി, അല്ലെങ്കിൽ ഒരു മേഘത്തിലേക്ക് കയറിപ്പോയി. മേഘമുണ്ടല്ലോ, ആ മേഘത്തിലേക്ക് കയറിപ്പോയി. പിന്നെ അദ്ദേഹം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഷിയാക്കൾ ഇപ്പോഴും അവരെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഖിയാമത്ത് നാൾ എടുക്കാൻ എന്ത് ചെയ്യും? അദ്ദേഹം തിരിച്ചു വരും. അവരാണ് ഇവർ അൽ മുൻതദർ ഇവർ പറഞ്ഞ് കാത്തിരിക്കുന്ന ആ ഇമാമ്, 12ാമത്തെ ഇമാമ്. ആ 5ാം വയസ്സിൽ ഗുഹയിലോ അല്ലെങ്കിൽ മേഘത്തിലോ കയറി മറഞ്ഞ ആ വ്യക്തി ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് എന്ത് ചെയ്യും? തിരിച്ചു വരും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിലേക്ക് ഷിയാക്കൾ കൊടുക്കും. അതെന്താണ്? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഷിയാക്കൾ ഈ രീതിയിൽ വിശ്വസിക്കുന്ന ആ മഹ്ദി ലാ അസ്ല ലഹു, അതിനൊരു അടിസ്ഥാനവുമില്ലാത്തൊരു കഥയാണത്. അത് ഷിയാക്കളുടെ വിശ്വാസം. ഇതാണ് ഇമാം മഹ്ദിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തത് അദ്ദജ്ജാൽ. ഖിയാമത്ത് നാളിന് മുമ്പായിട്ട് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവമാണെന്ത്? ദജ്ജാലിൻ്റെ പുറപ്പാട്. ദജ്ജാലിനേക്കാൾ വലിയൊരു ഫിത്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹു കുറേ ഫിത്നകൾ നിശ്ചയിച്ചിട്ടുണ്ട് അടിമകളെ പരീക്ഷിക്കാൻ, അവരുടെ ഈമാൻ പരീക്ഷിക്കാൻ. അപ്പോൾ ദജ്ജാലിനേക്കാൾ വലിയൊരു ഫിത്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലം തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി മുൻദു ദറ അല്ലാഹു ദുർരിയത ആദം അഅ്ളമ മിൻ ഫിത്നത്തി ദജ്ജാൽ. ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ച അന്ന് മുതൽ, അദ്ദേഹത്തിൻ്റെ സന്താനപരമ്പം ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ളവരിൽ ദജ്ജാലിനേക്കാൾ വലിയൊരു ഫിത്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടില്ല. വ ഇന്നല്ലാഹ ലം യബ്അസ് നബിയ്യൻ ഇല്ലാ ഹദ്ദറ ഉമ്മതഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തിന് ദജ്ജാലിൻ്റെ പുറപ്പാടിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
എല്ലാ പ്രവാചകന്മാരും. ദജ്ജാൽ അവരിലാണ് ഇറങ്ങുക എന്നുള്ളത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാന ആഖിറുൽ അംബിയ, ഞാനാണ് അവസാനത്തെ പ്രവാചകൻ. വഅൻതും ആഖിറുൽ ഉമ്മം, നിങ്ങളാണ് അവസാനത്തെ ഉമ്മത്ത്. അപ്പം വഹുവ ഖാരിജും ഫീക്കും ലാ മഹാല, നിസ്സംശയം അവൻ നിങ്ങളിലാണ് പുറപ്പെടുക. ഇനി വേറൊരു ഉമ്മത്ത് വരാനില്ല, വേറൊരു നബി വരാനില്ല. എല്ലാ നബിമാരും സ്വന്തം സമൂഹത്തോട് ദജ്ജാലിൻ്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു നബി വരാനില്ല, ഒരു ഉമ്മത്തും വരാനില്ല, നിങ്ങളിലായിരിക്കും അവൻ വരിക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം താക്കീത് നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ദജ്ജാൽ സാധാരണ ഒരു മനുഷ്യനാണ്, സാധാരണ മനുഷ്യൻ. അവൻ്റെ രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, മുഅ്മിനീങ്ങളുടെ ഈമാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ജനങ്ങൾക്ക് കഴിയാത്ത ചില കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദജ്ജാലിന് നൽകിയിട്ടുണ്ട്. അത് ഓൻ്റെ പ്രത്യേകതയല്ല, മുഅ്മിനീങ്ങളെ പരീക്ഷിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വേറെ ഇതൊന്നുമില്ല. സാധാരണ മനുഷ്യനാണ് ദജ്ജാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിൻ്റെ പൂർണ്ണ രൂപം വിശദീകരിച്ചിട്ടുണ്ട്. ഫഇന്നി സഅസിഫു ലക്കും സിഫതൻ ലം യസിഫ്ഹാ ഇയ്യാഹു നബിയ്യുൻ ഖബ്ലി, എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും വിശദീകരിക്കാത്ത രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് ദജ്ജാലിനെ സംബന്ധിച്ച് വിശദീകരിച്ചാലെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതാണ് റസൂൽ പറയാണ്, ബൈന അന നായിമുൻ അതൂഫു ബിൽ കഅബ, ഞാൻ ഉറങ്ങുന്ന സമയത്ത് കഅബയെ തവാഫ് ചെയ്യുന്ന സ്വപ്നം കണ്ടു. فإذا رجل آدم سبط الشعر ينتف أو يهارق رأسه ماء, ഞാനൊരു ഇരുനിറത്തിലുള്ള ഒരു വ്യക്തിയെ കണ്ടു. നല്ല നീണ്ടുന്ന മുടിയുണ്ട്, ആ മുടിയിലൂടെ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നത് പോലെയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഖുൽതു മൻ ഹാദാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരാണ്? ഖാലു, അപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഇബ്നു മറിയം, അത് ഈസ ഇബ്നു മറിയമാണ്. ثم ذهبت التفت فاذا رجل جسيم, പിന്നെ ഞാൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്തു, തിരിഞ്ഞു നോക്കി. അപ്പോൾ വേറൊരാളെ കണ്ടു, ജസീം, നല്ല തടിച്ച മനുഷ്യനാണ്. അഹ്മറു ജഅദുർ റഅസി അഅവറുൽ ഐൻ, ചുവപ്പ് കലർന്ന നിറം, അതുപോലെ തന്നെ ജട പിടിച്ച മുടി, ഒരു കണ്ണ് കോങ്കണ്ണാണ്, ഒന്ന് ചെറുങ്ങനെ പൊന്തിയിട്ടുണ്ട്. കഅന്ന ഐനഹു ഐനബത്തുൻ താഫിയ, കറുപ്പ് മുതിരിങ്ങനെ പൊന്തിച്ചാൽ പൊന്തി വരില്ലേ, വെള്ളം വരൂലേ, കണ്ടിട്ടില്ലേ? അതേപോലെ ഒരു കണ്ണ് പുറത്തേക്ക് ഉന്തി തള്ളി നിൽക്കുന്നുണ്ട്. ഖാലു, അപ്പം ഞാൻ ചോദിച്ചു ഇതാരാണ് ചോദിച്ചു. അപ്പം മലക്കുകൾ പറഞ്ഞു, ഹാദ ദജ്ജാലു, ഇതാണ് ദജ്ജാൽ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഖറബുൻ നാസി ബിഹി ശബ്ഹൻ ഇബ്നു ഖതനിൻ റജുലുൻ മിൻ ഖുസാഅ, എനിക്ക് ആ ദജ്ജാലിൻ്റെ രൂപം കണ്ടപ്പോൾ ഖുസാഅ ഗോത്രത്തിലെ ഇബ്നു ഖതനെ പോലെയാണ് എനിക്ക് തോന്നിയത്. അഥവാ ഖുസാഅ ഗോത്രത്തിൽ ഇബ്നു ഖതൻ സാധാരണ മനുഷ്യനുണ്ട്, ഒരു വിരൂപിയായ മനുഷ്യൻ. ദജ്ജാലിനെ കണ്ടപ്പോൾ ഓനെ പോലെയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സാധാരണ ഒരു മനുഷ്യനാണ് അത് ദജ്ജാൽ. പിന്നെ റസൂൽ കുറേ ഹദീസ് അവൻ്റെ ഓരോ വിശദീകരണങ്ങൾ. ഇന്നഹു ഷാബുൻ, ദജ്ജാൽ എന്താണ്? ഒരു യുവാവാണ്. അവിടെ തന്നെ വഇന്ന ബൈന ഐനൈഹി മക്തൂബുൻ കാഫിറുൻ യഖറഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ വഗൈരി കാതിബിൻ, ആ ദജ്ജാലിൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ, ഒരു കണ്ണല്ല കേട്ടോ ദജ്ജാലിന്, ഒറ്റക്കണ്ണൻ ദജ്ജാൽ എന്നല്ലേ പറയുക, ദജ്ജാലിന് ഒരു കണ്ണല്ലേ. ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചെടുത്താൽ ഒറ്റ കണ്ണൊരു മനുഷ്യനെ കാണും, യൂട്യൂബിലും ഗൂഗിളിൽ അടിച്ചെടുത്താൽ മതി, ഒറ്റ കണ്ണൊരു സാധനം കാണും. ഒറ്റ കണ്ണല്ല ദജ്ജാലിന്, സാധാരണ മനുഷ്യനാണ്, രണ്ട് കണ്ണാണ്, ഒരു കണ്ണ് കോങ്കണ്ണാണ്, ഇത്രയേ ഉള്ളൂ. ആ രണ്ട് കണ്ണിൻ്റെ ഇടയിൽ കാഫിർ എന്ന് അറബിയിൽ എഴുതിയിട്ടുണ്ടാവും, 3 അക്ഷരം. അത് അറബി വായിക്കാനും എഴുതാൻ അറിയാത്ത എല്ലാ മുഅ്മിനീങ്ങളും എന്ത് ചെയ്യും, അത് വായിക്കും, അത് വായിക്കാൻ കഴിയും. പിന്നെ പറയാം, ദജ്ജാൽ പുറപ്പെടുന്ന സമയം, ദജ്ജാൽ ജനങ്ങളിലേക്ക് ഫിത്നയുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്ന സമയം, ഒന്ന് റസൂൽ പറഞ്ഞത് ഭൂമിയിൽ അക്രമങ്ങൾ അധികരിക്കും, അതുപോലെ തന്നെ ഫിത്നകൾ വ്യാപിക്കും. ഒരാൾ സുബ്ഹിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുഅ്മിനായിട്ടായിരിക്കും,
പക്ഷെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കാഫിറായിട്ടായിരിക്കും. ആ രീതിയിൽ ഫിത്നകൾ വ്യാപിക്കും. അങ്ങനെയുള്ള സമയത്ത് ജനങ്ങൾ 2 വിഭാഗമായിട്ട് തിരിയും. ഒന്ന് ഫുസ്താത്തു ഈമാനിൻ ലാ നിഫാഖ ഫീഹ, നിഫാഖില്ലാത്ത കാബട്ടില്ലാത്ത വെറും മുഅ്മിനുകളുടെ മാത്രമുള്ള വിഭാഗം. മറ്റു വിഭാഗം ഫുസ്താത്തു നിഫാഖിൻ ലാ ഈമാന ഫീഹ, ഈമാനില്ലാത്ത കാബട്ടെ മാത്രമുള്ളൊരു വിഭാഗം. അങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് ജനങ്ങൾ തിരിയുന്ന സമയത്താണ് ദജ്ജാൽ വരിക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫന്തദിറു അദ്ദജ്ജാല മിൻ യൗമിഹി ഔ മിൻ ഗദിഹി, ഒന്നുകിൽ ആ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ദജ്ജാലിനെ പ്രതീക്ഷിച്ചുകൊള്ളുക. അടുത്തത്, ദജ്ജാൽ കാലങ്ങളായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സഹാബി പറയാണ്, അദ്ദേഹം മുമ്പ് ഇസ്ലാം ആകുന്നതിന് മുമ്പ് കപ്പൽ യാത്രയാണ്. കപ്പലിൽ അദ്ദേഹത്തിന് കൂടെ കുറേ ആൾക്കാരുണ്ട്. കപ്പൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാറ്റടിച്ച് അങ്ങനെ കപ്പൽ പൊട്ടി. അങ്ങനെ ഇദ്ദേഹം കുറച്ച് ആൾക്കാർ ഒരു ദ്വീപിലേക്ക് ചെന്നെത്തി. ആ ദ്വീപിൽ അദ്ദേഹം ഒരു രൂപം കണ്ടു. ജസ്സാസ് എന്ന് അറബി പറയും. ആ രൂപം ഇവരോട് സംസാരിച്ചു. നിറഞ്ഞ രോമങ്ങളുടെ രൂപം, അതിൻ്റെ മുമ്പും ബേക്കും തിരിയാത്ത അവസ്ഥയിലാണ് ആ രൂപമുള്ളത്. അത്രയും രോമങ്ങളാണ് ശരീരത്തിൽ. അങ്ങനെ ആ രൂപം ജസ്സാസ് എന്ത് ചെയ്തു, ഇവരൊരു ഗുഹയിലേക്ക് കൊണ്ടുപോയി. ആ ഗുഹയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ആരാണ് ചോദിച്ചു. അന ദജ്ജാൽ, ഞാനാണ് ദജ്ജാൽ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ ദജ്ജാൽ ഓനെ കുറിച്ച് ഇങ്ങനെ കുറേ വിശദീകരിക്കുകയാണ്. ഫഇന്നി മുഖ്ബിറുക്കും അന്നി ഇന്നി അനൽ മസീഹ്, ഞാൻ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് ഈ തമീമുദ്ദാരിക്കും കൂടെയുള്ള ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. വഇന്നി ഊശികു അൻ യുഅ്ദന ലീ ഫിൽ ഖുറൂജ്, ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ എനിക്ക് അനുവാദം ലഭിക്കാൻ അടുത്ത സമയം അടുത്തിട്ടുണ്ട്. ഫഅഖ്റുജ്, അപ്പോൾ അനുവാദം കിട്ടിയാൽ എന്ത് ചെയ്യും, ജനങ്ങളിലേക്ക് ഇറങ്ങും. ഫഅസീറ ഫിൽ അർളി ഫലാ അദഅ ഖർയതൻ ഇല്ലാ ഹബത്തുഹാ ഫി 40 ലൈല, 40 ദിവസം കൊണ്ട് ഞാൻ ഭൂമി മൊത്തം സഞ്ചരിക്കും. ഭൂമിയിൽ എല്ലാ സ്ഥലത്തും എല്ലാ ഗ്രാമങ്ങളിലും ഞാൻ ചെന്നെത്തും 40 ദിവസം കൊണ്ട്. ഗൈറ മക്ക വ ത്വയ്ബ, മക്കയും മദീനയും ഒഴിച്ച് അവിടെ എനിക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഫഹുമ മുഹറമത്താനി അലയ്യ, ആ മക്കയും മദീനയും എനിക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അത് ദജ്ജാൽ എന്ത് ചെയ്യില്ല, മക്കത്തേക്കും മദീനത്തേക്കും കയറാൻ കഴിയില്ല. കിൽതാഹുമ ഔ കുല്ലമ അറത്തു അൻ അദ്ഖുല വാഹിദതൻ ഔ വാഹിദൻ മിൻഹുമ, ആ മക്കയിലേക്കോ മദീനയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഞാൻ കയറാൻ ഉദ്ദേശിച്ചാൽ, പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ, ഇസ്തഖ്ബലനി മലക്കുൻ ബിയദിഹി അസ്സൈഫ്, കയ്യിൽ വാളും പിടിച്ച മലക്കുകൾ എൻ്റെ മുമ്പിലേക്ക് വരും, എന്നെ തടയും. യസുദ്ദുനി അൻഹ, ആ മക്കയിലേക്കും മദീനയിലേക്കും കയറാതെ എന്ത് ചെയ്യും, എന്നെ തടഞ്ഞു നിർത്തും. വ ഇന്ന അലാ കുല്ലി നഖ്ബിൻ മിൻഹ മലായികതൻ യഹ്റുസൂനഹ, ആ മദീനയുടെ എല്ലാ കവാടങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലും മലക്കുകൾ അതിന് കാവൽ നിൽക്കുന്നുണ്ട് ദജ്ജാൽ പറയാണ്. ഈ സംഭവം തമീമുദ്ദാരി മുസ്ലിം ആയതിനു ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സത്യമായിട്ട് അംഗീകരിച്ചു. ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ച് പറയാണ്, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ അദ്ദേഹം പറയാണ് അവസാനം, തമീമുദ്ദാരി എത്രയാണ് ഈ സംഭവം ഇങ്ങനെ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു, ഇനി അതെന്തായി എന്നുള്ളത് നമുക്കറിയില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, അള്ളാഹുവിലേക്ക് വിടാണ്. അതിൻ്റെ അപ്പുറം ചർച്ച ചെയ്യാനോ അതിനെ പിറകെ കൂടാനോ ഇല്ല. ഒരു ദിവസം സമയമാകുമ്പോഴേക്കും ദജ്ജാൽ പുറപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൽ വിശ്വസിച്ച് നിൽക്കുന്നു. ആ സമയം എന്ത് ചെയ്യും, ദജ്ജാൽ പുറപ്പെടും. ഇനി ദജ്ജാൽ ജനങ്ങളിലേക്ക് വരുന്ന സ്ഥലം, വേറൊരു കാര്യം, നമ്മൾ ഈ ദജ്ജാൽ ഈ സാധനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറൊരു ലോകമല്ല വരേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കാലാവസ്ഥ ഉണ്ടല്ലോ, ഈ സാഹചര്യം, ഇതേ സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുക, ദജ്ജാലുകൾ വരിക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതേ സാഹചര്യത്തിൽ ദജ്ജാൽ വരും. അപ്പോൾ ദജ്ജാൽ വരുന്ന സ്ഥലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അന്ന ദജ്ജാല യഖ്റുജു മിൻ അർളിൻ ബിൽ മശ്രിഖ്, ഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശത്തു നിന്നാണ് ദജ്ജാൽ വരിക. യുഖാലു ലഹ ഖുറാസാൻ, അതിൻ്റെ പേരാണ് ഖുറാസാൻ. ഖുറാസാൻ എന്ന സ്ഥലത്തു നിന്നാണ് എന്ത് ചെയ്യുക, ദജ്ജാൽ ജനങ്ങളിലേക്ക് വരിക.
യഖ്റുജു ദജ്ജാലു മിൻ യഹൂദിയ്യത്തി അസ്ബഹാൻ. വേറെ ഹദീത്താണ്. അസ്ബഹാനിലെ യഹൂദിയ പട്ടണം, ഒരു ചെറിയ സിറ്റിയാണ്. ആ യഹൂദിയ പട്ടണത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക, ദജ്ജാൽ വരിക. എന്നിട്ട് ദജ്ജാൽ വന്നാൽ ദജ്ജാൽ എന്തുണ്ടാവും, കുറേ അനുയായികളുണ്ടാവും, അവൻ്റെ കൂടെ കൂടാൻ കുറേ ആൾക്കാരുണ്ടാവും. യത്ബഉ ദജ്ജാല മിൻ യഹൂദി അസ്ബഹാൻ 70,000 അലൈഹിം അത്തയാലിസ. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ദജ്ജാൽ അസ്ബഹാൻ എന്ന യഹൂദിയ ഗ്രാമത്തിൽ നിന്ന് എന്ത് ചെയ്യും, പുറപ്പെടും. ആ പുറപ്പെടുന്ന സമയത്ത് അസ്ബഹാനിലെ 70,000 യഹൂദികൾ അവൻ്റെ പിറകെ കൂടും, അവൻ്റെ അനുയായികളായിട്ട് കൂടെ കൂടും. അലൈഹിം അത്തയാലിസ, അവരുടെ അടയാളമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്പം ജൂതന്മാർ ധരിക്കുന്നൊരു മേൽവസ്ത്രമാണ്. നമ്മൾ അറബികളിടുന്ന തട്ടം കണ്ടിട്ടില്ലേ, അതേപോലെ ജൂതന്മാരിടുന്നൊരു വസ്ത്രത്തിന് തയാലിസ എന്ന് പറയാം. ആ വസ്ത്രമായിരിക്കും അവരുടെ അടയാളം. യഹൂദികളാണ്, ജൂതന്മാരാണ് എന്ത് ചെയ്യുക, ദജ്ജാലിനെ കാത്തിരിക്കുന്നതും ദജ്ജാലിൻ്റെ അനുയായികളായിട്ട് ഉണ്ടാകുന്നതും. പിന്നെ അവരുടെ രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന ദജ്ജാല യത്ബഉഹു അഖ്വാമുൻ കഅന്ന വുജൂഹഹും അൽ മജാനുൽ മുത്രഖ. അടിച്ച് പരത്തിയൊരു പരിച പോലെ പരന്ന മുഖമായിരിക്കും ആ വിഭാഗത്തിൻ്റെ ആൾക്കാരുടെ. ഏകദേശം പരന്ന മൂക്കായിരിക്കും, അത് പരന്ന മുഖം. സിഗാറുൽ അഅ്യുൻ, ചെറിയ കണ്ണ്. ഹുംറൽ വുജൂഹി, നല്ല ചുവപ്പും നിറം. ദുൽഫൽ ഉനൂഫി, ചപ്പിയ ചെറിയ മൂക്ക്. ഇതാണ് അവരുടെ രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. പരന്ന മുഖം, ചെറിയ കണ്ണ്, ചെറിയ ചപ്പിയ മൂക്ക്. ആ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക, ദജ്ജാലിൻ്റെ അനുയായികൾ ഉണ്ടാവുക. നമ്മളെ കൊറിയക്കാറില്ലേ, ഏകദേശം ആ രൂപമുണ്ട് അവസ്ഥ, ആ കോലത്തിലായിരിക്കും. നമ്മളെ ഇമാം ഷെയ്ഖ് അൽ അരീഫി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, അഷ്റാത്തു സാഅ എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം കുറേ ഫോട്ടോകൾ കൊടുക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട സംഭവങ്ങളുടെ ഫോട്ടോകളും ആൾക്കാരുടെ രൂപത്തിൻ്റെ ഫോട്ടോകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം കൊടുത്തത് കണ്ടാൽ ഇപ്പോൾ നമ്മൾ കൊറിയക്കാരില്ലേ, ആ രൂപത്തിലൊരു ഫോട്ടോ ആണ് കൊടുത്തത്. അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാരാണ്. ദജ്ജാലിൻ്റെ പിറകെ പോകുന്ന അധികം ആൾക്കാരെന്താണ്, ദജ്ജാലിൻ്റെ ഫിത്നയിൽ അകപ്പെടുന്ന അധികം ആൾക്കാരും ആരാണ്, പെണ്ണുങ്ങളാണ്. ഒരു നാട്ടിലൊരു ഫിത്ന ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ ആരാ പോവുക, പെണ്ണുങ്ങളാണ്. ഒരു ഫിത്ന ഉണ്ടെങ്കിൽ, ഒരു ഫസാദ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടാകുന്നത് പെണ്ണുങ്ങളായിരിക്കും. റസൂൽ പറയാണ്, യൻസിലു ദജ്ജാലു ഫീ ഹാദിഹി സബ്ഖതി ബിമർദി ഖനാത്തിൻ. ദജ്ജാൽ എല്ലാ ഭാഗത്തേക്കും അവൻ്റെ ഫിത്നയുമായിട്ട് വരും. ഫയകൂനു അക്സറു മൻ യഖ്റുജു ഇലൈഹി അന്നിസാ. ഓൻ്റെ ഈ കാട്ടിക്കൂട്ടലും ഈ മായാജാലവും കണ്ടിട്ട് ഓൻ്റെ പിറകെ പോകുന്നത് അധികവും പെണ്ണുങ്ങളായിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാളെന്ത് ചെയ്യും, ഓനിങ്ങനെ നടക്കുന്നുണ്ട്, ടൗണിലെ നടക്കുകയായിരിക്കും. അപ്പോൾ വിവരം കിട്ടും, ദജ്ജാൽ ഇറങ്ങിയിട്ടുണ്ട് വിവരം കിട്ടും. ലയർജിഉ ഇലാ ഹമീമിഹി വ ഇലാ ഉമ്മിഹി വ ബിനതിഹി വ ഉഖ്തിഹി വ അമ്മതിഹി. ഓൻ്റെ കുടുംബക്കാരിലെ പെണ്ണുങ്ങളടുത്തേക്ക് ഓടും. ഓൻ്റെ ഭാര്യ, ഉമ്മ, പെങ്ങള്, അതുപോലെ തന്നെ മകള്, അതുപോലെ തന്നെ അമ്മത്ത്, എല്ലാവരെയും പോയിട്ട് എന്ത് ചെയ്യും, ഫയൂസിഖുഹാ റിബാതൻ മഖാഫത അൻ തഖ്റുജ ഇലൈഹി. ആ പെണ്ണുങ്ങൾ ദജ്ജാലിൻ്റെ പിറകെ പോകുന്ന പേടിച്ചിട്ട് കയറുകൊണ്ട് കെട്ടിയിടും വീട്ടിൻ്റെ ഉള്ളിൽ. അത്രയും എന്ത് ചെയ്യും, പെണ്ണുങ്ങൾ ആകർഷിക്കും ദജ്ജാലിനെ. കാരണം ദജ്ജാൽ എന്ത് ചെയ്യും, ഓരോ മായാചാരങ്ങൾ കാണിക്കും, ദജ്ജാലിൻ്റെ ഫിത്നകൾ. പറയാം ഇൻഷാ അല്ലാഹ്. പിന്നെ ദജ്ജാൽ തടയപ്പെടുന്ന സ്ഥലങ്ങൾ, ഭൂമിയിൽ 4 സ്ഥലങ്ങളിൽ ദജ്ജാൽ തടയപ്പെടും. ദജ്ജാലിന് പറഞ്ഞല്ലോ 40 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, ഭൂമി മൊത്തം സഞ്ചരിക്കും. അതിനിടയിൽ 4 സ്ഥലങ്ങളിൽ അവൻ തടയപ്പെടും. ഇന്നഹു യംകുസു ഫിൽ അർളി 40 സ്വബാഹൻ. 40 ദിവസമാണ് എന്ത് ചെയ്യുക, ദജ്ജാൽ പുറപ്പെട്ടാൽ 40 ദിവസം ഭൂമിയിലുണ്ടാവും. യബ്ലുഗു ഫീഹാ കുല്ല മൻഹലിൻ ലാ യഖ്റുബു 4 മസാജിദ്. എല്ലാ സ്ഥലങ്ങളിലും അവൻ എത്തും. പക്ഷെ 4 പള്ളികൾ അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. 1 മസ്ജിദ് അൽ ഹറാം, മക്കത്തെ പള്ളി. 2 മസ്ജിദുൻ മദീന, മദീനയിലെ മസ്ജിദുൻ നബവി. 3 മസ്ജിദു തൂർ. മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹനെ കാണാൻ പോയില്ലേ, മൂസാ നബി അലൈഹി സ്വലാം തൂർ മരത്തിൻ്റെ മുകളിൽ അവിടെ ഒരു പള്ളിയുണ്ട്, മസ്ജിദു തൂർ. 4 മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ.
ഈ 4 പള്ളികളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ദജ്ജാലിന് പ്രവേശനം ഉണ്ടാവില്ല. ദജ്ജാൽ ആദ്യം ജനങ്ങളിലേക്ക് വന്നിട്ട് എന്താ പറയാറോ? അന നബിയും, ഞാൻ നബിയാണെന്ന് വാദിക്കും. ആദ്യം വന്നിട്ട് ഞാൻ നബിയാണെന്ന് വാദിക്കും. അപ്പോൾ എല്ലാവരും അംഗീകരിക്കും. അങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന് വാദിക്കും. ഇതിൻ്റെ മുമ്പ് റബ്ബ് എന്ന് വാദിച്ചാരാ? ലോകത്ത് ഇതിൻ്റെ മുമ്പ് റബ്ബ് എന്ന് വാദിച്ചത് ഫിറഔൻ മാത്രമാണ്, വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ദജ്ജാൽ പറഞ്ഞാൽ ഞാൻ റബ്ബാണെന്ന് പറയും. അതും എന്ത് ചെയ്യും? അംഗീകരിക്കും. ഇപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ ഈ ഹദീസ് പറഞ്ഞിട്ട്, ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു നബി വരാനില്ല. അതുപോലെ തന്നെ വലാ തറൗന റബ്ബക്കും ഹത്താ തമൂതു, നിങ്ങൾ മരിക്കാതെ നിങ്ങൾക്ക് റബ്ബിനെ കാണാനും കഴിയില്ല. അള്ളാഹിനെ കാണുക, സ്വർഗത്തിലല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മരിക്കുന്ന മുമ്പ് നിങ്ങൾക്ക് റബ്ബിനെ കാണാനും കഴിയില്ല, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുമില്ല. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ദജ്ജാലിൻ്റെ ഫിത്നയിൽ അകപ്പെടാൻ പാടില്ല. എന്നിട്ട് ദജ്ജാലിൻ്റെ ഫിത്ന, ദജ്ജാൽ സാധാരണ ഒരു മനുഷ്യനായിട്ട് വരും, നുബുവത്ത് വാദിക്കും, പിന്നെ ഇലാഹിയത്ത് വാദിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ജനങ്ങൾക്ക് ഓനക്കുള്ള കുറച്ച് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ വെച്ചിട്ട് എന്ത് ചെയ്യും? ജനങ്ങൾക്ക് ഓരോ മായാജാലങ്ങൾ കാണിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? ഓനിൽ വിശ്വസിക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓൻ്റെ ഫിത്നയിൽപ്പെട്ട മഅഹു ജന്നത്തുൻ വനാറുൻ, ഓൻ്റെ 2 കൈകളിലായിട്ട് എന്തുണ്ടാവും? സ്വർഗം ഉണ്ടാവും, നരകവും ഉണ്ടാവും. ഫനാറുഹു ജന്നത്തുൻ വജന്നത്തുഹു നാറുൻ, ഓൻ്റെ കയ്യിലുള്ള സ്വർഗം ഉണ്ടല്ലോ അതാണ് നരകം, ഓൻ്റെ കയ്യിലുള്ള നരകം അതാണ് സ്വർഗം. ലഅന അഅലമു ബിമാ മഅ ദജ്ജാലി മിൻഹു, ദജ്ജാലിൻ്റെ കയ്യിൽ എന്തൊക്കെ അള്ളാഹു കഴിവുകൾ അവന് കൊടുത്തിട്ടുണ്ടോ അത് അവനേക്കാൾ ആർക്കറിയാം? എനിക്കറിയാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓനിക്ക് കൊടുത്ത കഴിവുകൾ അവനേക്കാൾ അള്ളാഹിൻ്റെ റസൂലിനറിയാം. എന്നിട്ട് പറയാൻ നഹ്റാനി യജ്രിയാൻ, അവന് 2 കൈകളിൽ ഒഴുകുന്ന നദികളുണ്ടാവും. അഹദുഹുമാ റഅയൽ ഐനി മാഉൻ അബ്യദ്, കണ്ണുകൊണ്ട് കാണാൻ ഒന്ന് നല്ല വെളുത്ത വെള്ളമാണ്. വൽ ആഖറു റഅയൽ ഐനി നാറുൻ തഅജ്ജജു, രണ്ടാമത്തേത് ആളിക്കത്തുന്ന തീയാണ്. റസൂൽ പറയാൻ ഫഇമ്മാ അദ്റകന്ന അഹദുൻ ഫല്യഅതി നഹ്റ അല്ലദീ യറാഹു നാറൻ, സഹാബത്തിനോട് പറയണം, അതാണ് റസൂൽ, നിങ്ങളിൽ ആരെങ്കിലും ദജ്ജാലിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ കയ്യിൽ തീയായിട്ട് നിങ്ങൾക്ക് കാണുന്ന ആ നദിയുടെ അടുക്കിലേക്ക് നിങ്ങൾ പോകണം. എന്നിട്ട് വല്ലുഗമ്മിൽ, കണ്ണുകൾ അടക്കണം. സുമ്മ ലിയുതഅതി റഅസഹു ഫയശ്രിബ മിൻഹു ഫഇന്നഹു മാഉൻ ബാരിദ്, ഒരു തല താഴ്ത്തി അതിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കണം. കാരണം എന്താണ്? ഫഇന്നഹു മാഉൻ ബാരിദുൻ, അത് തണുത്ത വെള്ളമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കാണാൻ എന്താണ്? നല്ല തീ കത്തുന്ന പോലെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് കാണാൻ തണുത്ത വെള്ളം പോലെ കാണാനുണ്ടാവും, പക്ഷെ എന്താണ്? അതാണ് ശരിക്കും തീയായിട്ടുണ്ടാവുക. അങ്ങനെ കുറേ ഫിത്നകൾ ദജ്ജാലിനെ സംബന്ധിച്ച് റസൂൽ പറയാണ്. പിന്നെ ദജ്ജാൽ ഇങ്ങനെ ഒരാളെ വിളിക്കും, സുമ്മ യദ്ഉ റജുലൻ, ഒരാളിങ്ങനെ വിളിക്കും, മുംതലിഅൻ ശബാബ, നല്ല ആരോഗ്യമുള്ളൊരു യുവാവിനെ വിളിക്കും. ഫയദ്രിബുഹു ബിസ്സൈഫി, അങ്ങനെ വാൾ കൊണ്ട് അവനെ 2 കഷ്ണാക്കും. ഫയഖ്തഉഹു ജസ്ലതൈനി, 2 കഷ്ണാക്കിയിട്ടിടും വാൾ കൊണ്ട്. അങ്ങനെ 2 ഭാഗങ്ങളിലേക്ക് വലിച്ചെറിയും. ആ 2 കഷ്ണങ്ങൾ 2 ഭാഗത്തേക്ക് വലിച്ചെറിയും. സുമ്മ യദ്ഉഹു, പിന്നെ എന്ത് ചെയ്യും? ആ 2 ഭാഗങ്ങളോ ദജ്ജാൽ വിളിക്കും. ഫയുഖ്ബിലു വയതഹല്ലലു വജ്ഹുഹു യൽഹഖ്, അപ്പോൾ ദജ്ജാൽ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ മനുഷ്യൻ പൂർണ്ണ രൂപത്തിലായിട്ട് ചിരിച്ചുകൊണ്ട് ദജ്ജാലിൻ്റെ അടുക്കിലേക്ക് വരും. ഇതൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും നീ റബ്ബിനകത്ത് അംഗീകരിക്കും. ശരിക്കും ഈമാനില്ലാത്ത ആൾക്കാർ നീ റബ്ബാണെന്ന് അംഗീകരിക്കും. പക്ഷെ എന്താണ്? അതൊക്കെ അവൻ്റെ മായാജാലങ്ങളാണ്. വേറെ ഹദീസ് കാണാം, വഇന്ന മിൻ ഫിത്നതിഹി അൻ യഖൂല ലി അഅറാബിയിൻ, ഒരു അറാബിയായ ഒരു മനുഷ്യൻ, ഒരു നാടനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് ദജ്ജാൽ പറയും, അറഅയ്ത ഇൻ ബഅത്തു ലക അബാക വ ഉമ്മക അതഷ്ഹദു അന്നി റബ്ബുക, നിന്റെ മരിച്ചുപോയ ഉമ്മാനെ ഉപ്പാനെ ഞാൻ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നാൽ ഞാൻ റബ്ബാണെന്ന് നീ അംഗീകരിക്കുമെന്ന് ചോദിക്കും. ആരോട്? ആലിമിനോട്, സാധാരണ നാടനോട്, അറാബിനോട്. അപ്പോൾ അയാൾ പറയും ഫയഖൂലു നഅം, അംഗീകരിക്കും. എൻ്റെ മരിച്ചുപോയ ഉമ്മാനും ഉപ്പാനും ഇപ്പം എൻ്റെ മുമ്പിൽ എത്തിച്ചാൽ ഞാൻ നീ റബ്ബാണെന്ന് അംഗീകരിക്കും. ഫയതമസ്സലു ലഹു ശൈത്താനാനി ഫീ സൂറത്തി അബീഹി വ ഉമ്മിഹി, അപ്പോൾ രണ്ട് ശൈത്താന്മാരെന്ത് ചെയ്യും? അവൻ്റെ ഉമ്മാൻ്റെയും അവൻ്റെ ഉപ്പാൻ്റെയും കോലത്തിൽ അവൻ്റെ മുമ്പിലേക്ക് വരും. ഫയഖൂലാനി, എന്നിട്ട് അവർ പറയും, യാ ബുനയ്യ ഇത്തബിഉഹു ഫഇന്നഹു റബ്ബുക,
മോനെ നീ ഇവനിൽ വിശ്വസിച്ചോ, ഇവനാരാണ്? ഫഇന്നഹു റബ്ബുക്, അവൻ നിൻ്റെ റബ്ബാണെന്ന് പറയും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അംഗീകരിക്കും, റബ്ബാണെന്ന് അംഗീകരിക്കും. അങ്ങനെ ഓരോ മായാജാലം കാണിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ദജ്ജാൽ അവരൊക്കെ വിളിക്കുക. വന്നാ കഴിഞ്ഞു, കുറച്ചും കൂടി. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഹദീസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വിശദീകരിക്കാം. ദജ്ജാലിൽ നിന്നുള്ള സുരക്ഷ നമ്മൾ വിചാരിക്കണം ഇതൊക്കെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വരാനുള്ളതാണെന്നല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളിൽ വരാൻ നിങ്ങളെന്ത് ചെയ്യണം? ഒരു സുരക്ഷയുണ്ട്, ആ സുരക്ഷ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, ദജ്ജാൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് വിവരം കേട്ടാൽ എന്ത് ചെയ്യുക? ഓനിൽ നിന്ന് മാറി നിൽക്കുക. മൻ സമിഅ ബിദ്ദജ്ജാലി ഫല്യന മിൻഹു സലാസൻ യഖൂലുഹ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ദജ്ജാൽ ഇറങ്ങിയിട്ടെന്ന് വിവരം കിട്ടിയാൽ എന്ത് ചെയ്യുക? ഓനിൽ നിന്ന് വിദൂരം, അവൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. ഫഇന്ന റസൂൽ 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന റജുല യഅതീഹി യത്തബിഉഹു വഹുവ യഹ്സിബു അന്നഹു സാദിഖുൻ ബിമാ യുബഅസു ബിഹി മിനശ് ശുബ്ഹാത്ത്. ഒരു നല്ല വ്യക്തി, ഓനക്ക് ഉറപ്പുണ്ട് ഇതെന്താണ്, ഇത് ദജ്ജാലാണെന്ന് അറിയാം. ഓൻ ആ ദജ്ജാലിൻ്റെ പിന്നെ എന്ത് ചെയ്യും? ആ ദജ്ജാലിൻ്റെ ബേക്കിലെ തന്നെ പോകും. ദജ്ജാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ദജ്ജാലിൻ്റെ പിറകെ പോകും. പക്ഷെ പിന്നെന്ത് ചെയ്യും? ഫയഹ്സിബു, അവസാനം ഈ ദജ്ജാലിൻ്റെ ഈ കാട്ടിക്കൂട്ടൽ, ഈ മായാജാലങ്ങളൊക്കെ കണ്ടപ്പോൾ വിചാരിക്കും അന്നഹു സാദിഖും ബിമാ യുബഅസു ബിഹി മിനശ് ശുബ്ഹാത്ത്. ആ ദജ്ജാലിൻ്റെ സംശയങ്ങളും ആ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ നല്ല മനുഷ്യൻ എന്ത് വിചാരിക്കും? ഇവ സത്യസന്ധനാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഓനെ റബ്ബായിട്ട് അംഗീകരിക്കും. ഈ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, എന്തെങ്കിലും ഒരു ഫിത്ന നാട്ടിലേക്ക് ഇറങ്ങിയാൽ ആ ഫിത്നൻ്റെ പിറകെ പോകാൻ പാടില്ല. ആ ഫിത്ന ഓനക്ക് ഉറപ്പുണ്ട് അത് തെറ്റാണെന്ന്, എന്നാലും എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ പിറകെ അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. അവസാനതയും അതിൽ ചെന്ന് പെടും. അപ്പോൾ ദജ്ജാൽ ഇറങ്ങിയിട്ട് വിവരം കിട്ടാൻ എന്ത് ചെയ്യാൻ പാടില്ല? ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. രണ്ടാമത്തേത്, എല്ലാ നിസ്കാരത്തിലും അവസാനം ദുആ ചൊല്ലൂലേ, മിൻ മസീഹിദ് അഊദു ബിക മിൻ മസീഹിദ് ദജ്ജാൽ എന്ന് പറയില്ലേ, ആ ദുആ എല്ലാ നിസ്കാരത്തെ അത്തഹിയ്യാത്തിൽ പതിവാക്കുക. അടുത്തത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫി ഉസിമ മിനദ് ദജ്ജാൽ. സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്ത് ആരാണോ ഹിഫ്ളാക്കുന്നത് അവൻ ഉസിമ മിനദ് ദജ്ജാൽ, ദജ്ജാലിൽ നിന്നും സംരക്ഷിക്കപ്പെടും. മറ്റൊരു ഹദീസ് കാണാം, ഫമൻ അദ്റകഹു മിൻകും, നിങ്ങൾ ആരാണോ ദജ്ജാലിനെ കണ്ടുമുട്ടുന്നത്, ഫല്യഖറ അലൈഹി ഫവാതിഹ സൂറത്തുൽ കഹ്ഫി ഫഇന്നഹാ ജിവാറുക്കും മിൻ ഫിത്നതിഹി. ആ ദജ്ജാലിന് വിവരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗം ഓതിക്കൊണ്ടേയിരിക്കുക. കാരണം എന്താണ്? ഫഇന്നഹു ജിവാറുക്കും മിൻ ഫിത്നതിഹി, അവൻ്റെ ഫിത്നയിൽ നിന്നും ആ സൂറത്ത് നിങ്ങളെ തടയും. ദജ്ജാൽ മരിക്കുന്നത്, ദജ്ജാൽ ഇല്ലാണ്ടാന്ന്, അത് നിർത്താം, കൊല്ലണ്ടേ, ഇറങ്ങിയില്ലല്ലോ. അങ്ങനെ ഭൂമിയിൽ ഫുള്ള് നാശാക്കും. ഓൻ പോകുമ്പോഴേക്കും എന്ത് ചെയ്യും? കുറേ ആൾക്കാർ ഓൻ റബ്ബായിട്ട് അംഗീകരിച്ച് ഓൻ്റെ പിറകെ ഉണ്ടാവും. അങ്ങനെ യഅ്തിയൽ മസീഹു മിൻ ഖിബലിൽ മശ്രിഖി ഹിമ്മതുഹു അൽ മദീന. അങ്ങനെ ഭൂമി മൊത്തം സഞ്ചരിച്ച് അവസാനം മദീനയിലേക്ക് വരും. മദീനയിൽ കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ മദീനയെ ലക്ഷ്യം വെച്ച് വരുമ്പോൾ എന്ത് ചെയ്യും? ഹത്താ യൻസില ദുബ്റ ഉഹുദിൻ, ഉഹദ് മലയുടെ ബേക്കിൽ ഒളിച്ചിരിക്കും മദീനയിൽ കയറാൻ വേണ്ടിയിട്ട്. സുമ്മ തസ്രിഫുൽ മലായികതു വജ്ഹഹു ഖിബല ശാമി. അപ്പോൾ ഉഹദ് മലയുടെ ബേക്കിൽ നിന്ന് മലക്കുകളോൻ ഓടിച്ചു വിടും ഷാമിൻ്റെ ഭാഗത്തേക്ക്. വഹുനാലിക യഹ്ലിക, ആ ഷാമിൻ്റെ ഭാഗത്താണ് എന്ത് ചെയ്യുക? ഓന് നശിക്കുക. യഖ്തുലു ഇബ്നു മർയമ അദ്ദജ്ജാല ബിബാബിൽ ലുദ്. ബാബുൽ ലുദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യും? ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലും. ആ രംഗം റസൂൽ പറയുന്നത് എങ്ങനെ അറിയോ? ഫഇദാ റആഹു അദുവ്വുല്ലാഹി. ഈസാ നബി അലൈഹിസ്സലാമിനെ ആര് കാണും? ദജ്ജാൽ കാണും. ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടപാടെ ദജ്ജാൽ എന്താവും? ദാബ കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. വെള്ളത്തിൽ ഉപ്പ് അലിയുന്നത് പോലെ ദജ്ജാൽ ഇങ്ങനെ അലിഞ്ഞില്ലാണ്ടാവും. ഫലൗ തറകഹു ലൻദാബ ഹത്താ യഹ്ലിക്. ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെ തന്നെ വിടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഉപ്പ് അലിഞ്ഞില്ലാണ്ടാവില്ലേ, അതേപോലെ അലിഞ്ഞ് ദജ്ജാൽ ഇല്ലാണ്ടാവും. പക്ഷെ എന്ത് ചെയ്യും? ഈസാ നബി അലൈഹിസ്സലാം പറയും, ഇന്നലി ഫീക ദർബതൻ ലൻ തസ്ബിഖനി ബിഹാ ഫയുദ്രികുഹു ഇൻദ ബാബിൽ ലുദ് അശ്ശർഖി. ഈസാ നബി അലൈഹിസ്സലാം പറയും, അള്ളാഹു തീരുമാനിച്ചത് ഞാൻ നിന്നെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാനാണ് തീരുമാനിച്ചത്. അവിടെ എന്തില്ല, എൻ്റെ ആ വെട്ടേൽക്കാതെ നീ
മരിക്കുകയില്ല എന്നിട്ട് എന്ത് ചെയ്യും? ബാബുൽ ലുദ് വെച്ചിട്ട് ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കാണും. ഫയഖുതുലുഹു ഫയഹ്സിമുല്ലാഹുൽ യഹൂദ്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം വാളുകൊണ്ട് വെട്ടി ദജ്ജാലിനെ കൊല്ലും ബാബുൽ ലുദ്ദിൽ വെച്ചിട്ട്. ഇപ്പോൾ ആ ബാബുൽ ലുദ് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടില്ലേ, ആ ബാബുൽ ലുദ് എന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുക ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ളത്. അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ വെട്ടിക്കൊല്ലുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ ദജ്ജാൽ നശിക്കലിലൂടെ ഫയഹ്സിമുല്ലാഹുൽ യഹൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിന്നും യഹൂദികളെ മൊത്തം നശിപ്പിക്കും. യഹൂദികൾ അതോടെ എന്ത് ചെയ്യും? ഇല്ലാതാവും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? അടുത്ത ദൗറിലും ശരിയാക്കുക. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.